ഹായ്, ഷഹനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചക്കപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എനിക്ക് അയൽപ്പക്കത്തു നിന്ന് ഒരാൾ ഒരു മീഡിയം സൈസിലുള്ളൊരു ചക്ക തന്നു. വരിക്കച്ചക്കയാണ്, നല്ല പഴുത്ത വരിക്കച്ചക്കയാണ്. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാൽ തീരാത്തത് കൊണ്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ചക്ക വരട്ടി അല്ലെങ്കിൽ ചക്ക ജാം എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചക്ക വൃത്തിയാക്കി കുരു കളഞ്ഞ് അതിൻ്റെ പൊല്ലയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പം ഞാനിത് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 1/2 കിലോ ശർക്കരയാണ്. അത് ഒരു 1/4 സ്റ്റീൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് അതൊന്ന് പാനിയാക്കി എടുക്കണം, ചൂടാക്കി പാനിയാക്കി എടുത്ത് വയ്ക്കണം. അതിനുശേഷം നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള ഒരു കടായി അല്ലെങ്കിൽ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് ഈ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇതിനെ മുഴുവനും വെറുതെ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിതിനെ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ടു ലോ അങ്ങനെ വെച്ചിട്ട് വേണം ഇളക്കാനുള്ളത്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് കുമിളകളുണ്ടാവും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടി കരിയുകയും ചെയ്യും, പെട്ടെന്ന് കരിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കുമിളകൾ വന്ന് മുഖത്തടിക്കും. അപ്പം മുഖത്തടിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കയ്യിലുമൊക്കെ ഈ കുമിള കട്ടിയോടുകൂടി തന്നെ വന്ന് തെറിക്കും. അപ്പോൾ 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് 4 ഘട്ടങ്ങളിലായിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ച് ഒഴിക്കണം. എന്നിട്ട് നന്നായി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ജാം നമുക്ക് ഉണ്ടാക്കാൻ ചക്കര വരട്ടി, ചിലർ ചക്കര വരട്ടി എന്ന് പറയും, പിന്നെ ഇത് നമ്മൾ ജാമെന്ന് പറയും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം ഞാൻ 45 മിനിറ്റ്സാണ് എടുത്തത്. അപ്പോൾ അത്ര ചെറിയ സമയം കൊണ്ട് നമുക്ക് ഈ ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ചക്കകളൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് ചക്കയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ വറ്റൽ വറുക്കുകയും ചക്കയപ്പം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിങ്ങനെ ജാമാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും ഇത്. അപ്പോൾ ഞാൻ 2ാമത് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുമിള ബബിൾസ് മുഖത്ത് തെറിക്കുന്ന കാരണം ഞാൻ അതിൻ്റെ ലിഡ് എടുത്ത് വെച്ച് കുറച്ച് മൂടിയിട്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് മാറി മാറി വെച്ചിട്ടാണ് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ഏലക്ക ചതച്ച് പൊടിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. തീരെ പൊടിയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്താൽ അത്രയും ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ തന്നെ ചതച്ചിടിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചുക്ക് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചക്ക വരട്ടി കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നും അതുപോലെ തന്നെ സ്പാട്ടുലയിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു പരുവമായി കഴിയുമ്പോൾ ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് തനിയെ മാറി വരും. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകം പൊടിച്ചതാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് കുറുകി തുടങ്ങി നല്ലൊരു കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ല വരിക്കച്ചക്ക ഇങ്ങനെ വെന്ത് നെയ്യും കൂടെ ചേർന്ന് വെന്ത് വരുന്ന ഒരു നല്ലൊരു മണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് 10 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും പാകമായും. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ അത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരുവം. അപ്പോൾ ഒന്നുകൂടി വിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇത് ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് തണുത്ത് കിട്ടും. അപ്പം നമുക്കിത് ആവശ്യത്തിനെടുത്ത് കുപ്പികളിൽ
കോരി നിറച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തോളം സൂക്ഷിക്കാം. അപ്പം ചക്ക സീസണൊന്നുമില്ല. ഇപ്പോൾ വിയറ്റ്നാം ഏർലി, കംബോഡിയൻ ജാക്ക്, ഡങ് സൂര്യയൊക്കെ നമുക്ക് എല്ലായ്പ്പോഴും ആൾ ടൈമായിട്ട് കിട്ടുന്ന സീസണാണ്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമാണ്. നാവ് തന്നെ ഇതിനൊപ്പം ഇറങ്ങിപ്പോവും. അപ്പം ഞാനിങ്ങനെ 2 കുപ്പിയിലാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചക്ക കിട്ടുമ്പോൾ വെറുതെ കളയാതെ, പഴുത്ത ചക്കയൊക്കെ ആണെങ്കിൽ നമുക്കിത് വരിക്കയിലും കൂഴിയിലും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് സൂക്ഷിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.